ഇന്ന് ഞാൻ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഞാനിടുന്ന വീഡിയോസ് മുടങ്ങാതെ നിങ്ങളെല്ലാവരും കാണണം. മാത്രമല്ല ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് എല്ലാവർക്കും വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. മാത്രമല്ല വീട്ടിലുള്ള ഏത് ഫ്രൂട്ട് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐസ്ക്രീം ആണെങ്കിൽ ഫ്രൂട്ട് ചേർത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ടൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കാം. ഞാൻ കുറേ നാൾ ഒരു 6 മാസത്തിന് മുമ്പേ നന്നായി വരട്ടിയെടുത്ത ചക്ക ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് തണുപ്പ് മാറ്റിയെടുത്ത് അതാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ടും ചേർക്കണ്ട. മാങ്ങയുണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം. അങ്ങനെ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ അങ്ങ് ഉണ്ടാക്കി ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ? നന്നായി ഉണക്കിയെടുത്ത ഒരു ബൗളാണ് ഇത്. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, അതുകൊണ്ട് ഞാനിതിന് ഷുഗർ ചേർക്കുന്നില്ല. 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ക്രീം ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. മധുരം കുറഞ്ഞ ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മധുരമുള്ള ക്രീമായതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാനീ പറയുന്നതെല്ലാം 1 കപ്പ് അളവ് ക്രീമിൻ്റെ അളവാണ്. കൂടുതൽ ക്രീം എടുക്കുന്നുള്ളവർക്ക് അതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാവുന്നതാണ്. സ്ലോവായി ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും നമ്മൾ ഹൈ ആയിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്രീം നന്നായി ബീറ്റായോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഉയർത്തി നോക്കുന്ന സമയത്ത് താഴോട്ട് വീഴാൻ പാടില്ല. ഇത് കണ്ടില്ലേ, ഒലിക്കുന്നില്ല, അതാണ് അളവ്. അതിനുശേഷം 1/2 സ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ക്രീം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ അളവും മാറ്റിയെടുക്കാം. ഇത് ചക്ക വരട്ടിയാണ്. നല്ല ചെമ്പരത്തി വരിക്ക ചക്ക ഞാൻ ഒരു 6 മാസം മുമ്പ് വരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. നല്ല നാടൻ പശുവിൻ്റെ നെയ്യും മറിയൂർ ശർക്കരയും ഒക്കെ ഉപയോഗിച്ച് നന്നായി വരട്ടിയതാണ്. അതൊരു കുഞ്ഞു സ്പൂൺ അളവ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം ഐസ്ക്രീമിനോടൊപ്പം എനിക്ക് ഈ ചക്കപ്പഴത്തിൻ്റെ മണം കൂടുതലായി വരുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് 1 സ്പൂൺ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട ബൗളിലോട്ട് മാറ്റി നമുക്ക് അടച്ച് വേണം ഇത് സൂക്ഷിക്കേണ്ടത്. 8 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടൂ. അതിൻ്റെ ആ ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് മാറി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലോട്ടാകണമെങ്കിൽ 8 മണിക്കൂർ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. ഇത് ഓറിയോ ബിസ്ക്കറ്റാണ്. നമുക്ക് ഐസ്ക്രീം കോരി കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർക്കണമെന്നില്ല. നമുക്ക് മഞ്ചിൻ്റെ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടാലും മതിയാകും. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 8 മുതൽ 12 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഞാനിതിലോട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ക്രീമിന് മധുരമുള്ളതായിരുന്നത് കൊണ്ട് ചേർക്കാത്തതാണ്. വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിലെങ്കിൽ നല്ല മധുരമായിരിക്കും. മധുരമില്ലാത്ത ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. പന്ത്രണ്ട് മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം എടുത്ത ഐസ്ക്രീമിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ ഓറിയോ ബിസ്ക്കറ്റും മഞ്ചുമാണ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.